Good morning to all. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബേസിക്കലി രണ്ട് കോൺസെപ്റ്റ്സ് ആണ്. വി ഹാവ് ദ നോഷൻ ഓഫ് algebraically closed fields and algebraic closures. Okay, and algebraic closures. അപ്പം നമ്മൾ ഓൾറെഡി we discussed many things in this regard. ഇപ്പം നമ്മളൊരു ഫീൽഡ് എഫ് എടുത്തു, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ എടുത്തു. എന്നിട്ട് if you take an alpha in E, we called or we say alpha is algebraic over F. എപ്പോഴാണ് വിളിക്കുക നമ്മൾ algebraic over F എന്ന്? എഫ് ഓഫ് എക്സിൽ ഒരു സ്മോൾ എഫ് ഓഫ് എക്സ് ഉണ്ടാവണം, ഫോർ വിച്ച് എഫ് ഓഫ് ആൽഫ ഷുഡ് ബി ഈക്വൽ ടു 0, അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ആൽഫ ഈസ് algebraic ഓവർ എഫ് എന്ന് പറയാം. പിന്നെ നമ്മൾ ഒരു കാര്യം കണ്ടത് എന്താ വെച്ചാൽ, ഇതുപോലെ എഫ് ഒരു ഫീൽഡാണ്, ഇ അതിൻ്റെ എക്സ്റ്റൻഷൻ ഫീൽഡാണ്. ഇനി ഇയിലുള്ള എല്ലാ എലിമെൻസും, അതായത് ഇഫ് യു ടേക്ക് സംതിങ് ലൈക്ക് ഓൾ ആൽഫ ഇൻ ഇ, if you take, if they are algebraic over F, then we say that what? അപ്പോൾ നമ്മൾ എന്താ വിളിക്കുക? നമ്മൾ ഇന്ന് എന്ത് പറയും? ഇ ഈസ് ആൻ algebraic extension of F എന്ന് പറയും, അല്ലേ? algebraic extension of F എന്ന് വിളിച്ചു, റൈറ്റ്? നമ്മൾ ആദ്യം എപ്പോഴാണ് ഒരു എലിമെൻറ്റ് algebraic over F എന്ന് പറയാൻ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ എക്സ്റ്റൻഷൻ ഫീൽഡ് എടുക്കുമ്പം ആ എക്സ്റ്റൻഷൻ ഫീൽഡിലുള്ള എല്ലാ എലിമെൻസും algebraic over F ആകുമ്പോൾ നമ്മൾ അതിനെ what we say, we call that extension is actually an algebraic extension of F. And if every element of E is algebraic over F, we call it as an extension over F. We call it as algebraic extension over F. Then പിന്നെ നമ്മൾ കണ്ടത് കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഡിഫൈൻ ചെയ്തു, right? We discussed finite extension, and we also proved that a finite extension is actually an algebraic extension. A finite extension field E of a field, right, of a field F is an algebraic extension എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇതൊരു സിമ്പിൾ പ്രൂഫായിരുന്നു, നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെയിനായിട്ട് കണ്ട ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ രണ്ട് റിസൾട്ട്സ് നമ്മൾ കണ്ടു, പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു റിസൾട്ട് കണ്ടു. അതായത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ട റിസൾട്ട് എന്താ വെച്ചാൽ, ഇ ഈസ് ആക്ച്വലി ആൻ algebraic extension of F. Okay, then there exists a finite number of elements. Okay, a finite number of elements of F. A finite number of elements in E, that is alpha 1, alpha 2, etc., alpha n in E, such that E is equal to F of alpha 1, alpha 2, etc., alpha n. This is nothing but the smallest field, the smallest extension field of F containing the elements alpha 1, alpha 2, etc., alpha n and F. അതാണ് E. Okay. If and only if E is a finite extension of F. E is a finite extension of F. That means that ഇവിടെ നമുക്കൊരു കാര്യം കിട്ടുന്നത് എന്താ വെച്ചാൽ, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, if you take a field F and if E is an algebraic extension of field F, which is also a finite extension of F. Finite extension എന്ന് പറയുമ്പോൾ E over F ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കണം with a finite dimension. Okay, that is dimension of E should be a finite number. നമ്മൾ ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ എന്ന് പറയും. അപ്പം ഇങ്ങനെ ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും നമുക്ക്? ഇൻ്റെ ഫോം ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അതായത് E will be having actually
of the form sum f of alpha 1, alpha 2, etc. alpha n for some finite number of elements in E. അപ്പോൾ ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട റിസൾട്ട്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട റിസൾട്ട് ഇതായിരുന്നു. അതായത് ഈ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ്, ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ ഫീൽഡാണ് ഓഫ് എഫ് ആൻഡ് ഇറ്റ്സ് ഓൾസോ എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ. അങ്ങനെയെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഇൻ്റെ ഫോം എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റും. സോ അപ്പോൾ നമുക്ക് കുറച്ച് കാര്യം നമ്മൾ കണ്ടു. ബേസിക്കലി വി ഹാവ് സീൻ സം ഇൻട്രസ്റ്റിംഗ് തിങ്സ്. നൗ വി വിൽ ഡിസ്കസ് എന്താണ് ഈ ഓൾജിബ്രൈക്ലി ക്ലോസ്ഡ് ഫീൽഡ്, അല്ലെങ്കിൽ എന്താ ഈ ഓൾജിബ്രൈക് ക്ലോഷ്യർ ഓഫ് എ ഫീൽഡ് എന്താ എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പം അതിന് ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ചില ഭാഗത്തൊക്കെ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, വാട്ട് യു മീൻ ബൈ ദിസ് algebraically? First we will be discussing basically algebraic closure. ഓക്കെ, algebraic ക്ലോഷ്യർ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഐഡിയയിൽ തന്നെ ശരിക്കും അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായിരിക്കാം എന്നൊരു ഊഹം നമുക്ക് വേണമെങ്കിൽ എടുക്കാം. മീൻസ് വി ക്യാൻ ഇൻഫാക്ട് ഊഹിക്കാൻ പറ്റും. അപ്പം ഇതിനൊരു ചെറിയൊരു മോട്ടിവേഷൻ വേണം അങ്ങനെ പറയാം. അതായത് ഇപ്പം നമ്മളിപ്പം ഒരു ഫീൽഡ് എടുത്തു എഫ്, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് എടുത്തു ഇ, എന്നിട്ട് നിങ്ങൾ രണ്ട് എലിമെൻറ്റ്സ് ആൽഫയും ബീറ്റയും നിങ്ങൾ ഇന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ആൽഫ പ്ലസ് ബീറ്റ, അതുപോലെ ആൽഫ ബീറ്റ അല്ലെങ്കിൽ ആൽഫ മൈനസ് ബീറ്റ, പിന്നെ ആൽഫ ബൈ ബീറ്റ വേർ ബീറ്റ ഇസ് നോൺ സീറോ, ഇവരെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നൊരു ചോദ്യം. അതായത് ഇവരൊക്കെ ഓൾജിബ്രൈക്ക് ആവുമോ ഓവർ എഫ്? അതായത് ആൽഫയും ബീറ്റയും ഓൾജിബ്രൈക്ക് ആണ് ഓവർ ഇ. സപ്പോസ് alpha beta both are belonging to E and they are algebraic also. Okay, algebraic over F, E അല്ല over F. അങ്ങനെയെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ, അതുപോലെ ആൽഫ ബീറ്റ അല്ലെങ്കിൽ ആൽഫ മൈനസ് ബീറ്റ, ഇവരൊക്കെ ഓൾജിബ്രൈക്ക് ആകുമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, അറ്റാക്ക് ചെയ്യാം. അപ്പോൾ അതിന് ഞാനൊരു റിസൾട്ട് സ്റ്റേറ്റ് ചെയ്യാം. So this result is something like this. So theorem states something like this. Let E be an extension field of F. Okay, E എന്ന് പറഞ്ഞാൽ എഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ് എങ്കിൽ then let us define something like this. F suffix E ക്ലോഷ്യർ. ഈ ക്ലോഷ്യർ സിമ്പിൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ അനാലിസിസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന സെയിം സിമ്പിൾ, ഞാൻ ക്ലോഷ്യറിൻ്റെ സിമ്പിൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ എഫ് ഇ ക്ലോഷ്യർ ഈസ് നത്തിങ് ബട്ട് സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ ഇ such that alpha is algebraic over F. അതായത് നമ്മളെടുത്ത് ഇയിലുള്ള ആൽഫാസ്, അതായത് ഇയിലുള്ള ആൽഫകളുടെ കളക്ഷൻ വിച്ച് ആർ algebraic over F. അതാണ് നമ്മൾ എഫ് ഇ ക്ലോഷ്യർ എന്ന് ഉദ്ദേശിച്ചത്. This is actually a subfield of E. Okay, this is actually a subfield of E called the algebraic closure of F in E. അതായത് നമ്മളൊരു എഫ് ഫീൽഡ് എടുത്തു, അതിൻ്റെ എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ എടുത്തു. ഓവർ എഫ് ഓൾജിബ്രൈക്ക് ആവുന്ന ഇയിലുള്ള എല്ലാ എലിമെൻസും, ഓക്കെ, ഓവർ എഫ് ഓൾജിബ്രൈക്ക് ആവുന്ന ഇയിലുള്ള എല്ലാ എലിമെൻസും എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെറ്റ് അതിന് നമ്മൾ എഫ് ഇ ക്ലോഷ്യർ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അതിനാണ് നമ്മൾ ശരിക്കും ഓൾജിബ്രൈക് ക്ലോഷ്യർ ഓഫ് എഫ് ഇൻ ഇ എന്ന് വിളിക്കുന്നത്. അപ്പം വാട്ട് ദിസ് തിയറം സേസ് ഇസ് ദാറ്റ്, ഇവിടെ ഡെഫിനിഷനും ഉണ്ട്, റിസൾട്ടും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പം വാട്ട് ദിസ് തിയറം സ്റ്റേറ്റ്സ് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി എ സബ് ഫീൽഡ് ഓഫ് ഇ. അത് ഇൻ്റെ ഒരു സബ് ഫീൽഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഇ എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഫീൽഡിൻ്റെ ഒരു സബ് ഫീൽഡ് ആയിരിക്കും എന്നാണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. അപ്പം നമ്മൾ പ്രൂഫ് നമുക്ക് ശരിക്കും ഫോളോ ചെയ്യുന്ന, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പ്രൂഫ്സ് നമുക്കത് ഫോളോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ലെറ്റ് ആൽഫ ബീറ്റ ബിലോങ്സ് ടു എഫ് ഇ ക്ലോഷ്യർ. ഓക്കെ, നമുക്ക് കാണിക്കേണ്ടത് എഫ് ഇ ക്ലോഷ്യർ ഇസ് സബ് ഫീൽഡ് ഓഫ് ഇ. ഓക്കെ, സോ ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ബിലോങ്സ് ടു
എഫ് ഇ ക്ലോഷ്യർ. ഇവിടെ നമുക്കെന്താ ശരിക്കും കാണിക്കേണ്ടത്? അതായത് ആൽഫ ബീറ്റ നമ്മൾ എഫ് ഇ ക്ലോഷ്യറിന് എടുത്തു, കാണിക്കേണ്ടത് ഇസ് എ സബ് ഫീൽഡ് ഓഫ് ഇ എന്ന് കാണിക്കണം, റൈറ്റ്? അപ്പം അത് സബ് ഫീൽഡ് ഓഫ് ഇ എന്ന് കാണിക്കണം. നമ്മൾ എന്തൊക്കെ കാണിക്കണം? സബ് ഫീൽഡ് ഓഫ് ഇ എന്ന് കാണിക്കാൻ എന്തൊക്കെ കാണിച്ചാൽ മതി? അതായത് ആൽഫ ബീറ്റ നിങ്ങൾ ഈ ഫീൽഡിൽ എടുക്കുകയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ, അതുപോലെ ആൽഫ മൈനസ് ബീറ്റ, ആൽഫ ബീറ്റ ആൽഫ ബൈ ബീറ്റ വെർ ബീറ്റ നോട്ട് ഈക്വൽ ടു 0, പിന്നെ 0 അഡിറ്റീവ് ഐഡൻറ്റിറ്റി, അതുപോലെ 1. ഇതെല്ലാം നമ്മളെ എവിടെ ഉണ്ടാവണം? ഇതെല്ലാം നമ്മളെ എഫ് ഇ ക്ലോഷ്യറിൽ ഉണ്ടാവണം. ഓക്കെ, ഇതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് എ സബ് ഫീൽഡ് ഓഫ് ഇ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ വി ആർ ടേക്കിംഗ് 2 എലിമെൻറ്റ്സ് ആൽഫ ആൻഡ് ബീറ്റ ഫ്രം എഫ് ഇ ക്ലോഷ്യർ. ആൻഡ് നമുക്കറിയാം ഇപ്പം ആൽഫയും ബീറ്റയും നമ്മൾ ഓൾജിബ്രായിക് ഓവർ എഫ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇഫ് ആൽഫ ഈസ് ഓൾജിബ്രായിക് ഓവർ എഫ്, നമുക്ക് എഫ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്റ്റൻഷൻ ഫീൽഡ് കിട്ടുന്നുണ്ട് എഫ് ഓഫ് ആൽഫ. ഇതിൻ്റെ എഫ് ഓഫ് ആൽഫ എന്ന എക്സ്റ്റൻഷൻ ഫീൽഡ് നമുക്ക് കിട്ടും. അതുപോലെ ബീറ്റ ഓൾജിബ്രായിക് ഓവർ എഫ് ആണ്, അവിടെ എഫ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഫിനൊരു എക്സ്റ്റൻഷൻ ഫീൽഡ് എഫ് ഓഫ് ബീറ്റ കിട്ടും. All these are possible, isn't it? And also we know that f of alpha over f, ഇതിൻ്റെ ഡിഗ്രി ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. അതുപോലെ എഫ് ഓഫ് ബീറ്റ ഓവർ എഫ് എടുക്കുകയാണെങ്കിൽ അതും ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. അതായത് ഇതിൻ്റെ ഈ ആൽഫ എന്ന, അതായത് ഡിഗ്രി ഓഫ് നമ്മൾ ആൽഫ കമ എഫ് എന്ന് എഴുതും, അല്ലെങ്കിൽ ഇവിടെ ഡിഗ്രി ഓഫ് ബീറ്റ കമ എഫ് എന്ന് എഴുതും. അതായത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ വിച്ച് ഇൻ എഫ് ഓഫ് എക്സ് വിച്ച് ഹാസ് ആൽഫ ആസ് റൂട്ട്, അതിൻ്റെ ഡിഗ്രി ആണ് വരിക. അതുപോലെ ഇവിടെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ എഫ് ഓഫ് എക്സ് ഫോർ വിച്ച് ബീറ്റ ഈസ് എ റൂട്ട്, അതാണ് ശരിക്കും ഈ ഡിഗ്രി വരിക, അല്ലേ? നമുക്കറിയാം ആൽഫേനെയും ബീറ്റേനെയും എഫിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് എക്സ്റ്റൻഷൻ ഫീൽഡ് എഫിൻ്റെ പറഞ്ഞാൽ എഫ് ഓഫ് ആൽഫ ബീറ്റ ആയിരിക്കും. ഇതുണ്ട്, എഫ് ഓഫ് ആൽഫ ബീറ്റ ആയിരിക്കും. അതുപോലെ എഫ് ഓഫ് ആൽഫ ബീറ്റ ഓവർ എഫ്, ഇതിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ കാണാം? അപ്പോൾ നമുക്കറിയാം എഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ് എഫ് ഓഫ് ആൽഫ ബീറ്റ. അതുപോലെ എഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ് എഫ് ഓഫ് ആൽഫ, എഫ് ഓഫ് ബീറ്റ. ഇതുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ഒരു റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് ആൽഫ ബീറ്റ ഓവർ എഫ് ഓഫ് ആൽഫ ഇൻറ്റു എഫ് ഓഫ് ആൽഫ ഓവർ എഫ് എന്ന് എഴുതാൻ പറ്റും. ഇതിൻ്റെ ഡിഗ്രി, അതായത് ഇത് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അതെന്തായിരിക്കും? ഡിഗ്രി ഓഫ് ബീറ്റ ഇൻ എന്തായിരിക്കും? എഫ് ഓഫ് ആൽഫ ഇൻറ്റു ഡിഗ്രി ഓഫ് ആൽഫ ഇൻ എഫ്. അപ്പോൾ ഇതൊരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും, ഇതും ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും, അല്ലേ? അപ്പോൾ ബേസിക്കലി ഈ ക്വാണ്ടിറ്റി അപ്പം ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. സോ ഒരു ഫൈനൈറ്റ് ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ, ഇതൊരു, അതായത് എഫ് ഓഫ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ ശരിക്കും ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആയിരിക്കും. ദിസ് വിൽ ഇംപ്ലൈ ദാറ്റ്, അതായത് ഇത് ഈക്വൽ ടു ഒരു ഫൈനൈറ്റ് നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം എഫ് ഓഫ് ആൽഫ ബീറ്റ ഈസ് ആക്ച്വലി എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്ന് പറയും. ഓക്കെ, അതായത് ആൽഫേനെയും ബീറ്റേനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് ആണ് എഫ് ഓഫ് ആൽഫ ബീറ്റ. നമ്മൾ എടുത്തു ആൽഫയും ബീറ്റയും വി ആർ ടേക്കിംഗ് ഫ്രം ദ ആൾജിബ്രൈക്, we are taking from the set FE closure, അതായത് ഇറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ ഇ വിച്ച് ഫോർ വിച്ച് ആൽഫ ഈസ് ഓൾജിബ്രൈക് ഓവർ എഫ്. അങ്ങനത്തെ ആ ഒരു സെറ്റിൽ നമ്മൾ 2 എലിമെൻറ്റ്സ് എടുത്തു. ആൻഡ് ദിസ് വിൽ ഹെൽപ്പ് us to say that എഫ് ഓഫ് ആൽഫ ബീറ്റ ഈസ് ആക്ച്വലി എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ്. അപ്പം ഇത്
ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി റിസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എഫ് ഒരു ഫീൽഡ്, ഇ അതിൻ്റെ എക്സ്റ്റൻഷൻ ഫീൽഡാണ്. അപ്പോൾ ഈ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണെങ്കിൽ ഇ ഈസ് ആക്ച്വലി ഈസ് എൻ ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആയിരിക്കും. ഓക്കെ, അതായത് ഈ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണെങ്കിൽ ഈ ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ശരിക്കും നമുക്ക് കിട്ടിയത് എഫ് ഓഫ് നമ്മളെടുത്തത് എ ബിയും ആൽഫ ബീറ്റ. സോ എഫ് ഓഫ് ആൽഫ ബീറ്റ ഓവർ എഫ് ഫൈനൈറ്റ് കിട്ടിയതിനെ കൊണ്ട് നമുക്ക് പറയാം എഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ് എഫ് ഓഫ് ആൽഫ ബീറ്റ. അതിൻ്റെ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ അതിനെ കൊണ്ട് വാട്ട് വി കൻ സേ എഫ് ഓഫ് ആൽഫ ബീറ്റ ഈസ് എൻ ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ ഓഫ് ഇ എന്ന്, അല്ലെങ്കിൽ ഓഫ് എഫ് എന്ന്, ഇ അല്ല ഓഫ് എഫ് എന്ന് പറയാം. അപ്പം ഇത് ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഇതിലുള്ള ഏത് എലിമെൻ്റ് എടുത്താലും അത് ആൾജിബ്രായിക് ഓവർ എഫ് ആയിരിക്കും. അതായത് എഫ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ ഈ ഫീൽഡിൽ നിന്നുള്ള ഏത് എലിമെൻ്റ് നിങ്ങൾ എടുത്താലും അത് ആൾജിബ്രായിക് ഓവർ എഫ് ആയിരിക്കും. അപ്പോൾ ഇതൊരു ഫീൽഡ് ആയതിനെ കൊണ്ട് ഓബിയസ്ലി ഇതിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടാവും? ആൽഫ പ്ലസ് ബീറ്റ ഉണ്ടാവും, ആൽഫ ബീറ്റ ഉണ്ടാവും, ആൽഫ മൈനസ് ബീറ്റ ഉണ്ടാവും, ആൽഫ ഇൻറ്റു 1/ബീറ്റ ഉണ്ടാവും, ഒരു ബീറ്റ നോട്ട് ഈക്വൽ ടു 0 ഉണ്ടാവും, അതുപോലെ ഐഡൻറ്റിറ്റി ഉണ്ടാവും, യൂണിറ്റി ഉണ്ടാവും. അങ്ങനെ. സോ അപ്പോൾ ഇവരൊക്കെ എവിടെ ഉണ്ട്? ഇവരൊക്കെ എഫ് ഓഫ് ആൽഫ ബീറ്റയിലുണ്ട്. അതായത് എഫ് ഓഫ് ആൽഫ ബീറ്റയിലുള്ള ഏത് എലിമെൻ്റ് എടുത്താലും അവരെല്ലാം ആൾജിബ്രായിക് ഓവർ എഫ് ആയിരിക്കും. കാരണം എഫ് ഓഫ് ആൽഫ ബീറ്റ ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? ശരിക്കും എഫ് ഓഫ് ആൽഫ ബീറ്റ ഇസ് ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ എലിമെൻസും, ഈ ഫീൽഡിലുള്ള എല്ലാ എലിമെൻസും ആൾജിബ്രായിക് ഓവർ എഫ് ആയിരിക്കും. പക്ഷെ നമ്മളെ നൊട്ടേഷൻ എന്തായിരുന്നു? നമ്മൾ നൊട്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എഫ് ഇ ക്ലോഷ്യർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ ഇ വിച്ച് ഇസ് ആൾജിബ്രായിക് ഓവർ എഫ്. എഫ് ഇ ക്ലോഷ്യർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ ഇ സച്ച് ദാറ്റ് ആൽഫ ഈസ് ആൾജിബ്രായിക് ഓവർ എഫ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? അത് ഈ സെറ്റിലെ എല്ലാ എലിമെൻസും ആൾജിബ്രായിക് ഓവർ എഫ് ആണ്. അത് ഇഫ് യു ടേക്ക് എഫ് ആൽഫ ബീറ്റ, ഈ സെറ്റിലെ എല്ലാ എലിമെൻസും ആൾജിബ്രായിക് ഓവർ എഫ് ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇത് അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. എഫ് ഓഫ് ആൽഫ ബീറ്റ വിൽ ബി എ സബ്സെറ്റ് ഓഫ് എഫ് ഇ ക്ലോഷ്യർ അല്ലേ? കാരണം എന്താ? എഫ് ഇ ക്ലോഷ്യർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എല്ലാ ആൽഫകളും, അതായത് ആൾജിബ്രായിക് ഓവർ എഫ് ആയിട്ടുള്ള എല്ലാ ആൽഫകളും. പിന്നെ നമുക്ക് കിട്ടുന്ന വെച്ചാൽ എഫ് ഓഫ് ആൽഫ ബീറ്റ ഈസ് ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള എല്ലാ എലിമെൻസും ആൾജിബ്രായിക് ഓവർ എഫ് ആയിരിക്കും. സോ നമുക്ക് പറയാം ദിസ് ഈസ് ആക്ച്വലി കണ്ടെയ്ൻഡ് ഇൻ എഫ് ഇ ക്ലോഷ്യർ. അങ്ങനെയെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വി ടുക്ക് എൻ ആൽഫ ആൻഡ് ബീറ്റ ഇൻ എഫ് ഇ ക്ലോഷ്യർ, ആൻഡ് നൗ വി ഹാവ് ഷോൺ ദാറ്റ് സിൻസ് ദിസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഇ ക്ലോഷ്യർ, നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൽഫ പ്ലസ് ബീറ്റ, അതുപോലെ ആൽഫ ബീറ്റ, ആൽഫ മൈനസ് ബീറ്റ ആൻഡ് ആൽഫ ബൈ ബീറ്റ വേർ ബീറ്റ ഈസ് നോട്ട് ഈക്വൽ ടു 0 ഓൾ ആർ കണ്ടെയ്ൻഡ് ഇൻ എഫ് ഇ എന്ന് പറയും. അതായത് ഈ പറഞ്ഞ ക്വാണ്ടിറ്റികളെല്ലാം എവിടെ ഉണ്ടെന്ന് പറയാം? എഫ് ഇ തന്നെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ രണ്ട് എലിമെൻറ്റ്സ് ഈ ഫീൽഡിൽ നിന്ന് എടുത്തു, എന്നിട്ട് ഇത്രയും നമ്മൾ കാണിച്ചു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദിസ് ഓൾസോ ആക്ച്വലി എന്താണ്? ഇറ്റ്സ് എ സബ് ഫീൽഡ് ഓഫ് ഇ എന്ന് പറയാൻ പറ്റും. സോ അപ്പം ഇത് സബ്സെറ്റ് ഓഫ് എഫ് ഇ എന്ന് കിട്ടി. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ ബീറ്റ, ആൽഫ മൈനസ് ബീറ്റ, അതുപോലെ ആൽഫ ബൈ ബീറ്റ, ബീറ്റ നോട്ട് ഈക്വൽ ടു 0, 0, 1 all belong to എഫ് ഇ ക്ലോഷ്യർ. ഓക്കെ, നമുക്ക് എന്ത് പറയാം? എഫ് ഇ ക്ലോഷ്യർ ഈസ് ആക്ച്വലി എ subfield of the field E, okay, or subfield of E എന്ന് പറയാൻ പറ്റും. സോ ഇഫ് യു ടേക്ക് എനി, അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങളൊരു എഫ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് എടുത്തു, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ എടുത്തു. ഓക്കെ, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് നിങ്ങൾ ഇ എടുത്തു, ആൻഡ് വി ആർ ഡിഫൈനിങ് എഫ് ഇ ക്ലോഷ്യർ, അതായത് സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ ഇ വിച്ച് ഇസ് ആൾജിബ്രായിക് ഓവർ എഫ്.
ഓക്കെ, സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ ഇ വിച്ച് ഇസ് ഓൾജിബ്രിക്. നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക വെച്ചാൽ എഫ് ഓൾറെഡി ഇതിൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആണ്. അപ്പോൾ എഫിലുള്ള എലിമെൻറ്റ്സ് എല്ലാം ഓൾജിബ്രൈക് ഓവർ എഫ് തന്നെയാണ് അല്ലേ. എഫ് ഓൾറെഡി ഇതിൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആണ്. എഫിലുള്ള എലിമെൻറ്റ്സ് എടുത്താൽ ദേ ആർ ആക്ച്വലി ഓൾജിബ്രൈക് ഓവർ എഫ് ഇറ്റ് സെൽഫ്. കാരണം എഫ് ഓഫ് എക്സിലെ പോളിനോമിയൽസിൻ്റെ റൂട്ട് ആയിരിക്കും ഇതുണ്ട്. സോ actually when you take an alpha which is not in E, then we should have an f of x in capital F of x for which f of alpha is equal to 0. ആൽഫ നമ്മൾ പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് എടുത്തു, അതിൻ്റെ എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ എടുത്തു, പിന്നെ നമ്മൾ എടുക്കുന്നത് എന്താ വെച്ചാൽ ഒരു സബ്സെറ്റ് ഓഫ് ഇ എടുക്കുകയാണ് വിച്ച് കണ്ടെയ്ൻസ് സെറ്റ് ഓഫ് ഓൾ ആൽഫ വിച്ച് ഇസ് ഓൾജിബ്രൈക് ഓവർ എഫ്. ഓക്കെ, എന്നിട്ട് അത് ഇതിൻ്റെ സബ് ഫീൽഡ് ആണെന്ന് നമ്മൾ കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നൊരു ഇംപ്ലിക്കേഷൻ. The algebraic closure of an field f in its extension field is actually called as a algebraic closure of f in E and it is a subfield of E. അത് ഒരു സബ്ഫീൽഡ് ആയിരിക്കും എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഡെഫിനിഷൻ കുറച്ച് ദിവസം മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് ഓൾജിബ്രൈക് നമ്പേഴ്സ് എന്ന്. അതായത് ഇഫ് യു ടേക്ക് ദ ആൽഫ ഇൻ C set of complex numbers which are algebraic over Q. Algebraic over Q. അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? We call them as algebraic numbers. അതിന് നമ്മൾ സ്പെഷ്യൽ പേരിട്ട് വിളിച്ചു algebraic numbers. അതായത് കോംപ്ലക്സ് സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് അല്ല, കോംപ്ലക്സ് നമ്പർ വിച്ച് ഇസ് algebraic over Q. We call them it as actually an algebraic number. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ റിസൾട്ട് വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു ഈ ഒരു തിയറത്തിൻ്റെ ഒരു കൊറോളറി മെൻഷൻ ചെയ്യാം. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം, അത് വേറെ ഒന്നുള്ളത് സെറ്റ് ഓഫ് ഓൾ algebraic numbers, set of all algebraic numbers forms a field. It forms a field. Set of all algebraic numbers forms a field എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് പറയാം. ഇത് സിമ്പിൾ പ്രൂഫാണ്, ഡയറക്റ്റ് പ്രൂഫാണ്. ഇത് കാരണം എന്താ വെച്ചാൽ ഈ ഓൾജിബ്രൈക് നമ്പേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും സെറ്റ് ഓഫ് ഓൾ ഓൾജിബ്രൈക് നമ്പേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ സി വിച്ച് ആർ ഓൾജിബ്രൈക് ഓവർ ക്യൂ. അതായത് ക്യൂ എന്ന ഫീൽഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ് സി. ഓക്കെ, ആൻഡ് വി ആർ ട്രൈങ് ടു ഫൈൻഡ് സെറ്റ് ഓഫ് ഓൾ എലിമെൻറ്റ്സ് ഇൻ സി വിച്ച് ആർ ഓൾജിബ്രൈക് ഓവർ ക്യൂ. അപ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ ഡെഫിനേഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എന്താ നമുക്ക് പറയാൻ പറ്റുക? that is the set of all algebraic numbers എന്ന് പറഞ്ഞാൽ it is nothing but what? The algebraic closure of Q in C. സിയിലുള്ള ക്യൂവിൻ്റെ ഓൾജിബ്രൈക് ക്ലോഷർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്തു ഓൾറെഡി. അതായത് ഈ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് ആണെങ്കിൽ ഈ പറയുന്ന ഓൾജിബ്രൈക് ക്ലോഷർ എന്തായിരിക്കും? ഒരു സബ് ഫീൽഡ് ആയിരിക്കും ഇൻ്റെ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം? അതായത് നമ്മുടെ ഓൾജിബ്രൈക് ക്ലോഷർ എന്താണ്? ഇറ്റ്സ് സബ് ഫീൽഡ് ഓഫ് സി, സോ ഇറ്റ്സ് അഗൈൻ എ ഫീൽഡ്. ഇതന്നെ. അപ്പം ഈ റിസൾട്ട് പ്രൂവ് ആയി അല്ലേ. So it is a direct proof. Okay, so it's a direct proof. Okay, so now we will discuss, I'll give another definition. നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് നോഷൻസ് നോക്കാനുണ്ടെന്ന്. ഒന്ന് ഓൾജിബ്രൈക് ക്ലോഷറിൻ്റെ കാര്യമാണ്. ഒരു ഫീൽഡിൻ്റെ അതിൻ്റെ എക്സ്റ്റൻഷൻ ഫീൽഡിൽ നമ്മളൊരു ഓൾജിബ്രൈക് ക്ലോഷർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സംതിങ് ലൈക്ക് നമ്മൾ ബേസിക്കലി ക്ലോഷർ ഓഫ് എ സെറ്റ് നമ്മൾ അനാലിസിസിൽ ഡിഫൈൻ ചെയ്യാറില്ലേ. അപ്പം ലിമിറ്റ് പോയിന്റ്സ് കൂട്ടി നമ്മളൊരു സെറ്റ് ഡിഫൈൻ ചെയ്യും. അതുപോലെ ഒരു സെയിം ടൈപ്പ് ഓഫ് നോഷനാണ് ഇവിടെ അല്ലേ. അപ്പം ആ ഒരു രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ നൗ ഐ വിൽ ഡിഫൈൻ വാട്ട് യു മീൻ ബൈ ആക്ച്വലി or when you can say a field is algebraically closed. എപ്പോഴാണ് നമുക്കൊരു ഫീൽഡ് algebraically closed എന്ന് പറയാൻ പറ്റുക നോക്കാം. സോ a field F
is algebraically closed, we say field f is algebraically closed if every non-constant polynomial, okay, every non-constant polynomial in f of x has a 0 in f, as a root, has a 0 in f, has a 0 in f. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഫീൽഡ് ഓൾജിബ്രൈക്കലി ക്ലോസ്ഡ് ആണെന്ന് പറയാം. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു റിസൾട്ട് നമ്മളെ മനസ്സിലേക്ക് വരും. ഇത് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര നമ്മളെ മനസ്സിലേക്ക് വരണം. എന്താണ് ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ? വേറൊന്നുമല്ല, ഫീൽഡ് സി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഇസ് ആക്ച്വലി an algebraically closed field. ഓക്കെ, എന്താ അത് പറയുന്നത് വെച്ചാൽ ഫണ്ടമെന്റൽ, അത് നിങ്ങൾക്ക് അറിയുന്ന റിസൾട്ട് ആയിരിക്കാം. ഇങ്ങനെ പറയുന്നതിന് പകരം വേറെ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമുക്ക് ഇങ്ങനെ പറയാമല്ലോ, ഈ റിസൾട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നിങ്ങൾ കോംപ്ലക്സ് നമ്പേഴ്സ് കൺസിഡർ ചെയ്യണം, സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് കൺസിഡർ ചെയ്യില്ലെങ്കിൽ സി എന്ന കോംപ്ലക്സ് ഫീൽഡ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സി ഓഫ് എക്സ് എന്ന് ഏത് പോളിനോമിയൽ എടുത്താലും, ഓക്കെ, അതായത് ഏത് നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു സി ഓഫ് എക്സ് എടുത്താലും ഇറ്റ് വിൽ ഹാവ് എന്താണ്, ഇറ്റ് വിൽ ഹാവ് എ 0 ഇൻ സി. നിങ്ങൾ സി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പോളിനോമിയൽ എടുക്കുക, അതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അങ്ങനത്തെ ഒരു പോളിനോമിയൽ എടുക്കുക, നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എടുക്കുക, അതിൻ്റെ സീറോസ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹാവ് 0 ഇൻ സി. ഇതാണ് നമ്മൾ ഫണ്ടമെന്റൽ തിയറം പറയുന്നത്. അപ്പോൾ അതിനെ വേറെ രീതിയിൽ സ്റ്റേറ്റ് ചെയ്യുന്നതാണ് ശരിക്കും ആദ്യം പറഞ്ഞത്. അതായത് ഫീൽഡ് സി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് ഓൾജിബ്രൈക്കലി ക്ലോസ്ഡ് ഫീൽഡ്. ഓക്കെ, അതായത് ദ ഫീൽഡ് C of complex numbers, or C is an algebraically closed field, is an algebraically closed field. Okay, so that is what this fundamental theorem of algebra says. അപ്പോൾ ഈ ഡെഫിനിഷൻ കാണുമ്പോൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കി വരുന്ന ഒരാളാണ് സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് സി. അപ്പം ഇത് നമ്മൾ പണ്ട് പോലെ കാണുന്ന റിസൾട്ടാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര എന്ന് പറഞ്ഞാൽ. നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന, വേറെ ഡിഗ്രിക്ക് നിങ്ങൾ കണ്ട റിസൾട്ട് ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ, സോ വി സേ എ ഫീൽഡ് എഫ് ഇസ് ആൾജിബ്രൈക്കലി ക്ലോസ്ഡ് ഇഫ് എവറി നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഹാസ് എ 0 ഇൻ എഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യൂ ആൾജിബ്രൈക്കലി ക്ലോസ്ഡ് ആണോ? ക്യൂ, അതായത് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്, it is not algebraically closed because Q ഒരു field ആണ്. It is not algebraically closed because if you take Q of x, you take a polynomial x square plus 1, a non-constant polynomial which has no zeros in Q, which has no zeros in Q. So this is an example for a field which is not algebraically closed. So here the roots of x square plus 1 does not belong to Q. So Q is not an algebraically closed field. Okay, it is not an algebraically closed field. So that is what we get from here. പക്ഷേ നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടു സി ഓഫ് എക്സ് പറഞ്ഞാൽ ശരിക്കും ഒരു ഓൾജിബ്രൈക്കലി ക്ലോസ്ഡ് ഫീൽഡാണ്. കാരണം അതിനകത്ത് നിങ്ങൾ ഏത് പോളിനോമിയൽ എടുത്താലും അതിൻ്റെ റൂട്ട് സി തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഇംപ്ലിക്കേഷൻ. പക്ഷേ ഈ ഓൾജിബ്രൈക്കലി ക്ലോസ്ഡ് ഫീൽഡ് ആണെങ്കിൽ അതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, വെരി ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി, which will help us to prove further results. Okay, further കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ റിസൾട്ട് ഞാൻ ഒന്ന് സ്റ്റേറ്റ് ചെയ്യാം. തിയറം, a field f is algebraically closed. It is algebraically closed if and only if, either if and only if result ആണ്, if and only if every non-constant polynomial, if you take any non-constant polynomial in f of x factors in
എഫ് ഓഫ് എക്സ് ഇൻറ്റു ലീനിയർ ഫാക്ടേഴ്സ്. അതായത് നിങ്ങൾ എഫ് ഒരു ആൾജിബ്രായിക്കലി ക്ലോസ്ഡ് ഫീൽഡാണ് എഫ് എങ്കിൽ നിങ്ങൾ എഫ് ഓഫ് എക്സ് എന്ന് എടുക്കുന്ന ഏത് പോളിനോമിയലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഓഫ് സം ലീനിയർ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. അതായത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, അതായത് എക്സ് മൈനസ് എ ഇൻറ്റു സം എക്സ് മൈനസ് ബി ഇൻറ്റു എക്സെട്ര സം എക്സ് മൈനസ് സി, ആ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. അതാണ് ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമുക്കൊന്ന് നോക്കാം. അത് കുഴപ്പമില്ല, പ്രൂഫ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈസിലി. ഇപ്പോൾ എഫ് ആൾജിബ്രായിക്കലി ക്ലോസ്ഡ് ആണല്ലോ, അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്യാം എഫ് ഇസ് algebraically closed. So let us assume f is algebraically closed. അപ്പോൾ f algebraically closed ആണെങ്കിൽ ഡെഫിനിഷൻ ഉപയോഗിക്കുക. എന്താ ഡെഫിനിഷൻ? f algebraically closed ആണെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾ ഏത് നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എടുത്താലും, അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് f algebraically closed ആണ്, ഞാൻ f of x എടുക്കുകയാണ്, ക്യാപിറ്റൽ f of x എന്ന്. അപ്പം ഇത് algebraically closed ആണെങ്കിൽ by definition a field is algebraically closed if every non constant polynomial in f of x has a zero in f. അതായത് എഫിലൊരു റൂട്ട് ഉണ്ടാവും എഫ് ഓഫ് എക്സിന്. ഓക്കെ, എഫിലൊരു റൂട്ട് ഉണ്ടാവും എഫ് ഓഫ് എക്സിന്. സോ ദെൻ എഫ് ഓഫ് എക്സ് ഹാസ് വാട്ട്? എഫ് ഓഫ് എക്സ് ഹാസ് എ സീറോ ഇൻ എഫ്. സേ എ എടുക്കാം നമുക്ക്, എയോ ബിയോ, വി ക്യാൻ ടേക്ക് എനിത്തിങ്. ഹാസ് എ സീറോ എ ഇൻ എഫ്. ഓക്കെ, has a 0 a in f. So what we can say is that f of x ന് അങ്ങനത്തെ ഒരു സീറോ ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ഒരു എക്സ് മൈനസ് എ ഇൻറ്റു സം ജി ഓഫ് എക്സ് ഫോമിലായിരിക്കും. ഓക്കെ, സം ജി ഓഫ് എക്സ് ഫോമിലായിരിക്കും. ഇനി ജി ഓഫ് എക്സ്, സപ്പോസ് g of x is again non-constant. Okay, it is again non-constant. Then അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഹാസ്, ഇപ്പം ഇത് നോൺ കോൺസ്റ്റന്റ് പോളിനോമിയലാണ് ഫീൽഡ് എഫിൽ, എഫ് ഓഫ് എക്സിൽ. അപ്പം അത് എഫ് ഒരു ആൾജിബ്രായിക്കലി ക്ലോസ്ഡ് ഫീൽഡ് ആയതുകൊണ്ട് ഈ ജി ഓഫ് എക്സ് എന്ന പോളിനോമിയലിന് ഒരു റൂട്ട് ഉണ്ടാവും എവിടെ? എഫിൽ. സോ ഇറ്റ് ഹാസ് എ റൂട്ട്, റൂട്ട് അല്ലെങ്കിൽ സീറോ ബി ഇൻ എഫ്. ഇൻ ദാറ്റ് കേസ് നമുക്ക് എങ്ങനെ എഴുതാം എഫ് ഓഫ് എക്സിനെ? നമുക്ക് എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു സം എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഈ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ, ഇത് കണ്ടിന്യൂയിങ് ഇൻ ദിസ് ഫാഷൻ, what we will get, we can say that, or we can factorize, or in this fashion we get a factorization of our polynomial, factorization of f of x in capital F of x into linear factors, ഈ രീതിയിൽ ഈ ആർഗ്യുമെന്റ് വെച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പറയാം എഫ് ഓഫ് എക്സിന് ആക്ച്വലി നമുക്ക് ഇതുപോലെ ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് ഇതിൻ്റെ ടേംസിൽ ഫാക്ടറൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ പാർട്ട്. അതാണ് നമുക്ക് ഒരു പോർഷൻ. അതായത് എഫ് ആൾജിബ്രായിക്കലി ക്ലോസ്ഡ് ഫീൽഡ് ആണെങ്കിൽ എവറി നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഇൻ എഫ് ഓഫ് എക്സ് ഫാക്ടേഴ്സ് ഇൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലീനിയർ ഫാക്ടേഴ്സ് എന്നാണ്. അപ്പോൾ അത് ഓക്കെ. ഇനി കാണിക്കാനുള്ളത് ഈ കണ്ടീഷൻ സഫീഷ്യൻ്റ് ആണെന്ന് കാണിക്കണം. അതായത് എഫ് ഒരു ഫീൽഡാണ്, എവറി നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഇൻ എഫ് ഓഫ് എക്സ് ഫാക്ടേഴ്സ് ഇൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലീനിയർ ഫാക്ടേഴ്സ് ആണെങ്കിൽ എഫ് ആൾജിബ്രായിക്കലി ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം. അപ്പോൾ അത് കാണിക്കാൻ എന്താ കാണിക്കേണ്ടത് നമുക്ക്? അതായത് അതെ, എവറി നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഫാക്ടേഴ്സ് ഇൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലീനിയർ ഫാക്ടേഴ്സ്, അങ്ങനെയാണെങ്കിൽ എഫ് ആൾജിബ്രായിക്കലി ക്ലോസ്ഡ് എന്ന് കാണിക്കണം. അപ്പോൾ കോൺവേഴ്സ്ലി തിരിച്ച് സപ്പോസ്, അതായത് നമുക്ക് അസ്യൂം ചെയ്യാം, അതായത് ഏത് നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എടുത്താലും സപ്പോസ് that every non-constant polynomial, of f of x has a linear factorization. Okay, f of x
as a factorization into linear factors, if suppose it is possible. Okay, അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുത്ത പോളിനോമിയൽ, സപ്പോസ് വി ആർ ടേക്കിംഗ് എ പോളിനോമിയൽ f of x from capital F of x, and by this assumption നമ്മളെങ്ങനെ അസ്യൂം ചെയ്യേണ്ടത്, അതായത് ഇതിനെ നമുക്ക് ഏത് നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ f of x എടുത്താൽ നമുക്ക് ലീനിയർ ഫാക്ടേഴ്സ് ആക്കി നമുക്ക് എന്താ പറയുക എക്സ്പ്രസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സപ്പോസ് എടുക്കാം, അസ്യൂം ദാറ്റ് say ax minus b is the linear factor of f of x, is the linear, എന്തായാലും ഇങ്ങനത്തെ ലീനിയർ ഫാക്ടർ ഉണ്ടാവും നമുക്ക് ഉറപ്പിച്ച് പറയാം, കാരണം ഈ അസംഷൻ അങ്ങനെയാണ് പറയുന്നത്. സോ ഇറ്റ്സ് എ ലീനിയർ ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ്, therefore x is equal to a by b, അല്ല x equal to, സോറി നോട്ട് a by b, എന്താണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, b by a അല്ലേ, a into b by a അറിയുമ്പോൾ b minus b 0 ആവും. സോ then b by a is a 0 of f of x. അപ്പോൾ നമുക്കൊരു പോളിനോമിയൽ, നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ നമ്മൾ എഫ് ഓഫ് എക്സിന് എടുത്തു, ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് കാണിച്ചു, അതിനൊരു റൂട്ട് എഫ് ഓഫ് എക്സിൽ ഉണ്ടെന്ന് കാണിച്ചു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, ആർബിട്രറി ആയിട്ട് നമ്മൾ എടുത്ത് എഫ് ഓഫ് എക്സ്, അപ്പോൾ നമ്മളെ ഫീൽഡ് എഫ് ഒരു ഓൾജിബ്രൈക്കലി ക്ലോസ്ഡ് ഫീൽഡാണെന്ന് കിട്ടി. therefore f is an algebraically closed field. algebraically closed field എന്ന് കാണിക്കാൻ ഇത്രയും കാണിച്ചാൽ മതി. every non constant polynomial in f of x has a 0 in f എന്ന് കാണിച്ചാൽ മതി. അത് നമ്മൾ കാണിച്ചു, ഇതാണ് 0. so f is algebraically closed in actually an algebraically closed field. It is an algebraically closed field. So that is the proof. So it's a very small proof. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിനൊരു corollary ഉണ്ട്. There is a corollary for this particular theorem, which is again an interesting corollary. So we just see that I just state it. An algebraically closed field f has no proper algebraic extensions. It has no proper algebraic extension, that is there is there or something like that is no algebraic extension E with f is less than E. f is less than E. അതായത് നിങ്ങളൊരു ഓൾജിബ്രൈക്കലി ക്ലോസ്ഡ് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്കൊരു ഒരു പ്രോപ്പറായിട്ട് അതിനെ കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ കിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സെയിം ഫീൽഡ് തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് ഈ റിസൾട്ടിൽ നിന്ന് കിട്ടുന്ന ഇംപ്ലിക്കേഷൻ. ഇപ്പോൾ നിങ്ങൾ സി സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കുകയാണ്, അതിൻ്റെ ഒരു ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. അത് എന്താണ്, സി തന്നെയാണ് നിങ്ങൾ അതിൻ്റെ ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ വരിക. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഓൾജിബ്രൈക്കലി ക്ലോസ്ഡ് ഫീൽഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്രോപ്പർ ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് തിയറം ദ കൊറോളറി സെയിങ്. അതിൻ്റെ പ്രൂഫ് നോക്കാം. ജസ്റ്റ് സീ ദ പ്രൂഫ്. സോ the proof we'll see that let E be an algebraic extension of f. അപ്പോൾ നമുക്ക് E-നെ എടുക്കാം algebraic extension of f ആയിട്ട്. so f is less than equal to E. okay, f is less than equal to E. അപ്പോൾ നമ്മൾ എടുക്കുന്നത് E ആണ് f-ൻ്റെ algebraic extension ആയിട്ട്. അപ്പോൾ നമുക്ക് അതായത് f നമ്മളൊരു algebraically closed field എടുക്കുകയാണ്, എന്നിട്ട് നമ്മൾ E എടുക്കുകയാണ് എഫിൻ്റെ ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ ആയിട്ട്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കാണിക്കേണ്ടത് ശരിക്കും? അതെ, നമുക്ക് കാണിക്കേണ്ടത് എഫ് ഈക്വൽ ടു ഇ തന്നെ ആയിരിക്കും എന്നാണ് കാണിക്കേണ്ടത്. അത് ഇങ്ങനത്തെ എക്സ്റ്റൻഷൻ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും, ഇത്രയേ ഉള്ളൂ. അത് പ്രോപ്പറായിട്ട് ഇതിനെ കണ്ടെയ്ൻ ചെയ്ത് നമുക്ക് വേറെ ഒന്നും കിട്ടില്ല. അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണെങ്കിൽ എഫ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ഇ എന്ന് പറയാം. ഇറ്റ് ഈസ് an extension field of E. So now if you consider an alpha in say E, okay,
എഫ് ഒരു ഓൾജിബ്രൈക്ലി ക്ലോസ്ഡ് ഫീൽഡ് ആയതിനെ കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് എന്താ പറയാൻ പറ്റും സാർ? ഏതൊരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ നിങ്ങൾ എഫ് ഓഫ് എക്സ് എടുത്താലും ഇറ്റ് വിൽ ഹാവ് എ സീറോ ഇൻ എഫ് ഇറ്റ് സെൽഫ്. എഫ് തന്നെ അതിനൊരു സീറോ ഉണ്ടാവുന്ന കിട്ടും. ആൽഫ ഓൾജിബ്രൈക്, ആൽഫ ഈസ് ആക്ച്വലി എലിമെന്റ് ഇൻ ഇ. ഓക്കെ, ആൽഫ ഈസ് എൻ എലിമെന്റ് ഇൻ ഇ ആണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ഇ ഈസ് ആക്ച്വലി ഓൾജിബ്രൈക് എക്സ്റ്റൻഷൻ ഓഫ് എഫ്. അതായത് ആൽഫ ഓൾജിബ്രൈക് ഓവർ എഫ് ആണ്, കാരണം ആൽഫ ഇ എലിമെന്റ് ആണല്ലോ. അപ്പോൾ ആൽഫ ഓൾജിബ്രൈക് ഓവർ എഫ് ആണെങ്കിൽ എന്താ കിട്ടുക? ഒരു പോളിനോമിയൽ എഫ് ഓഫ് എക്സ് നമുക്ക് കിട്ടണം, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ, ഫോർ വിച്ച് എഫ് ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു 0 അല്ലേ? ആൽഫ ഓൾജിബ്രൈക് ഓവർ എഫ് ആണെങ്കിൽ ഇത് സംഭവിക്കണം. പക്ഷെ ആൽഫ ഓൾജിബ്രൈക്ലി ക്ലോസ്ഡ് ആണെങ്കിൽ എന്താ കിട്ടുക? എഫ് ഓഫ് എക്സ് എഫ് ഓൾജിബ്രൈക്ലി ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം, ഏത് നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ നിങ്ങൾ എഫ് ഓഫ് എക്സിന് എടുത്താലും അതിനൊരു റൂട്ട് എഫിലുണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് എ റൂട്ട് ഇൻ എഫ്. അതായത് ഇൻ പെർട്ടിക്കുലർ ഈ എഫിൻ്റെ റൂട്ടും എഫ് തന്നെ ഉണ്ടാവണം. അതായത് ആൽഫ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്ത ആൾ എഫ് തന്നെ ഉണ്ടാവണം. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇ ഈസ് ആക്ച്വലി ലെസ് ദാൻ ഈക്വൽ ടു എഫ് എന്ന് പറയും. ഓർ വി ക്യാൻ സേ ഇ ആൻഡ് എഫ് ആർ സെയിം. അതായത് ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഉണ്ടെങ്കിൽ, ഒരു ഓൾജിബ്രൈക് എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ അത് ആ ഫീൽഡ് തന്നെ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അതായത് നമ്മളിങ്ങനെ എടുത്തത് ഇ ഈസ് എൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് ഓൾജിബ്രൈക്ലി ക്ലോസ്ഡ് അസ്യൂം ചെയ്തു, എന്നിട്ട് ഇ എൻ ഓൾജിബ്രൈക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്നെടുത്തു. എങ്കിൽ ഇഫ് ആൽഫ ഈസ് ഇൻ ഇ, then alpha is algebraic over f. അങ്ങനെയെങ്കിൽ there exists an f of x in capital F of x for which f of alpha is 0. But f ഒരു algebraically closed field ആയതുകൊണ്ട് f of x ൽ ഏത് പോളിനോമിയൽ എടുത്താലും, ഓക്കെ, f of x ൽ ഏത് പോളിനോമിയൽ എടുത്താലും it will have a 0 in f. അതിനൊരു 0 f ലുണ്ടാവും. അത് കൂടാണ്ട് നമുക്ക് നമ്മളെ തൊട്ടുമുമ്പത്തെ തിയറത്തിന്റെ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ആ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? അത് പറയുന്നത് വെച്ചാൽ എഫ് ഓൾജിബ്രൈക്ലി ക്ലോസ്ഡ് ആണെങ്കിൽ എവറി നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഇൻ എഫ് ഓഫ് എക്സ് ഫാക്ടേഴ്സ് ഇൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലീനിയർ ഫാക്ടേഴ്സ്. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ വിച്ച് ആൽഫ ഈസ് എ റൂട്ട് ഇൻ എഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തായിരിക്കും? ദ ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്തായിരിക്കും? ഇതിപ്പം എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ലീനിയർ ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ആൽഫ റൂട്ടായിട്ട് വരുന്ന ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയലിന് ആൽഫ എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സ് മൈനസ് എന്ന വരിക, സോറി എക്സ് മൈനസ് ആൽഫ എന്ന വരിക, എക്സ് മൈനസ് ആൽഫ എന്ന വരിക. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ കോഎഫിഷ്യൻസ് എവിടെ നിന്നാണ് വരുന്നത്? എഫ് എന്നല്ല വരുന്നത്. അപ്പം ഇവിടെ 1ഉം ആൽഫയുണ്ട്, മൈനസ് ആൽഫയുണ്ട്, സോ ആൽഫ ഉണ്ടാവും. സോ യു ക്യാൻ സേ ആൽഫ ബിലോങ്സ് ടു എഫ്. So we took alpha from E and we have shown alpha belongs to F. So we can say that E is less than equal to F and E is equal to, and thus E is equal to F എന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു പ്രോപ്പർട്ടി കൂടി നമ്മൾ ഈ തിയറത്തിൻ്റെ ഒരു കൊറോളറി ആണല്ലോ ഈ തിയറം, ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ റിസൾട്ട്. അപ്പം ബേസിക്കലി ആ റിസൾട്ട് കൂടി നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഇത് സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു റിസൾട്ട് ഞാൻ പറയുന്നത് നമ്മളതിൻ്റെ പ്രൂഫ് നമ്മൾ നോക്കില്ല. പ്രൂഫ് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രൂഫ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ റിസൾട്ട് വിച്ച് ഈസ് ആക്ച്വലി നോട്ട് ദെയർ ഇൻ സിലബസ്. ഓക്കെ, സോ ആ പ്രൂഫ് നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. പക്ഷേ റിസൾട്ട് ഇതാണ്. നിങ്ങൾ ഏത് ഫീൽഡ് എഫ് എടുത്താലും, ഓക്കെ, ഐ ജസ്റ്റ് സ്റ്റേറ്റ് ദ റിസൾട്ട്. എവറി ഫീൽഡ് എഫ് ഹാസ് ആൻ ഓൾജിബ്രൈക് ക്ലോഷർ. നിങ്ങൾ ഏത് ഫീൽഡ് എടുത്താലും നമുക്കതിനൊരു ഓൾജിബ്രൈക് ക്ലോഷർ ഉണ്ട്. ഓക്കെ, എന്നാണ് ആ റിസൾട്ട് പറയുന്നത്. ആൻഡ് ഓർ ദാറ്റ് ഈസ് an algebraic extension f closure that is algebraic closed, that's algebraically closed, that is
closed. So this is the result actually. So we are not interested in the proof of this result, but this you can keep in mind. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. So time being will stop. So thank you.